എവിടെ തുടങ്ങണമെന്നതറിയില്ലെന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു. ഇവിടെ ഈ ജീവിത സായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരെന്റെ ജീവിത വഴി. ജീവിതത്തിൽ കാണേണ്ട പല കാഴ്ചകൾ കാണാതിരിക്കുന്നതിനും കേൾക്കേണ്ട ചില ശബ്ദങ്ങൾ കേൾക്കാതിരിക്കേണ്ടതിനും കാരണം നമ്മൾ ഇരിക്കുന്ന പ്രത്യേക ഇരിപ്പിടങ്ങളും ജീവിതത്തിന്റെ അവസ്ഥകളുമാണ്. പലതും നമ്മളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കുന്നതിനും കൺമുന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ പലതും കാണാതിരിക്കുന്നതിനും കാരണം നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയുന്ന മറ്റു ചില സംഗതികളാണ്. അതുകൊണ്ട് പലപ്പോഴും യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകന്നു പോകാനും ജീവിതത്തെ അതർഹിക്കുന്ന ഗൗരവത്തിൽ സമീപിക്കുന്നതിനും നാം പലപ്പോഴും പരാജയപ്പെടാറുണ്ട്. ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും മനോഹരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം. ഹോൾമാൻ ഹണ്ട് എന്ന് പറയുന്ന വിശ്വവിഖ്യാത ചിത്രകാരൻ വരച്ചിട്ടുള്ള ഏറ്റവും സുന്ദരമായ ഒരു ചിത്രം ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. യേശുക്രിസ്തു ഒരു വീടിന്റെ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ചിത്രം. മിക്കവാറും ക്രൈസ്തവ സ്ഥാപനങ്ങളിലും ക്രൈസ്തവ ദേവാലയങ്ങളിലും ക്രിസ്തീയ കുടുംബങ്ങളിലുമൊക്കെ നാം ഈ ചിത്രം സർവ്വസാധാരണമായി തന്നെ കാണാറുണ്ട്. അത്രമാത്രം പ്രാധാന്യവും പ്രചുര പ്രചാരവും ഈ ചിത്രം നേടിയിട്ടുണ്ട്. പലർക്കും ഈ ചിത്രം വരച്ചിരിക്കുന്ന ചിത്രകാരനെ അറിയില്ലെങ്കിലും ഈ ചിത്രത്തെക്കുറിച്ച് നന്നായി അറിയാവുന്നതാണ്. ഹോൾമാൻ ഹണ്ട് എന്ന് പറയുന്ന ചിത്രകാരൻ അനേകം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം പ്രശസ്തി ആർജിച്ച മറ്റൊരു ചിത്രവും അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ ഇല്ല എന്നുകൂടി നാം ചേർത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ ചിത്രത്തെ ഇത്രമാത്രം പ്രചുര പ്രചാരമാക്കി തീർത്തത്? എന്ത് ചിന്തകളാണ് ആ ചിത്രത്തെ ഇത്രമാത്രം വ്യാപകമാക്കി തീർത്തത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മുള്ളും പാഴ്ചെടികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടിന്റെ പരിസരത്ത് വന്ന് ആ വീടിന്റെ പുറത്ത് നിന്നാണ് വാതിലിൽ യേശുക്രിസ്തു മുട്ടി വിളിക്കുന്നത്. യേശുക്രിസ്തു മുട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ചിത്രകാരൻ വരച്ചിരിക്കുന്നത്. ആ മുറി തുറക്കുന്നതിന്റെ ഒരു ലക്ഷണവും ആ ചിത്രത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. എന്നാൽ ആ മുറിയിലേക്ക് പ്രവേശിക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന മുള്ളും പാഴ്ചെടികളും കളകളുമെല്ലാം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം ആ വീടിന്റെ അകത്തേക്ക് പ്രവേശിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ആ വീടിനെ കുറിച്ചാണെങ്കിൽ അകത്ത് നിന്ന് സാക്ഷയിട്ട് ഭദ്രമായി പൂട്ടിയിരിക്കുന്നതിനാൽ പുറത്തു നിന്ന് മറ്റാർക്കും ആ വാതിൽ തുറക്കാൻ സാധിക്കില്ല. അകത്ത് ഉള്ളവർക്ക് മാത്രമേ ആ വാതിൽ തുറക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്, പുറത്തു നിന്ന് ആർക്കും ആ വാതിൽ തുറക്കാൻ കഴിയില്ല. അകത്തിരിക്കുന്നവർ തന്നെ ആ വാതിൽ തുറന്നാൽ പുറത്തു നിൽക്കുന്ന ആൾക്ക് അകത്തേക്ക് കടക്കാൻ സാധിക്കും. ഒരിക്കൽ ഒരു ബാലൻ ഈ ചിത്രത്തിൽ സൂക്ഷിച്ച് നോക്കിയിട്ട് അവന്റെ പിതാവിനോട് ചോദിച്ചു, ഡാഡി, എന്തുകൊണ്ടാണ്
ഇത്ര നല്ലൊരു മനുഷ്യൻ യേശുക്രിസ്തു ദൈവപുത്രൻ ഈ വാതിലിന്റെ പുറത്ത് നിന്ന് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരുന്നിട്ടും ആ വീട്ടുടമസ്ഥർ ആ വാതിൽ തുറന്നു കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ആ യേശുവിനെ ഒന്ന് വീടിന്റെ അകത്തേക്ക് സ്വീകരിക്കാൻ മനസ്സ് വയ്ക്കാത്തത്? എന്താണ് ആരും ആ വാതിൽ യേശുവിനായി തുറന്നു കൊടുക്കാത്തത്? ആ സ്നേഹവാനായ പിതാവ് ആ കുഞ്ഞിനോട് പറഞ്ഞു, മകനെ, ആ വീടിന്റെ ഉടമസ്ഥർ ആ വീടിന്റെ നിലവറയിലാണ് കഴിയുന്നത്. വീടിന്റെ നിലവറയ്ക്കുള്ളിൽ അവർ ഇരിക്കുന്നത് കൊണ്ട് പുറത്തു നിന്ന് ആരെങ്കിലും വാതിലിൽ മുട്ടി വിളിച്ചാൽ അവർക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് അവർ എന്നാണോ വീടിന്റെ നിലവറയിൽ നിന്ന് പുറത്തു വരുന്നത്, അപ്പോൾ മാത്രമേ വാതിലിൽ മുട്ടുന്ന ശബ്ദം തിരിച്ചറിയാനും അതിഥിയെ സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. സത്യത്തിൽ ആധുനിക മനുഷ്യന്റെ അവസ്ഥയെയാണ് ഈ ചിത്രകാരൻ മനോഹരമായി ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പലപ്പോഴും ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ, ജീവിതത്തിന്റെ പിന്നാമ്പുറങ്ങളിൽ നാം രഹസ്യമായി വേലികെട്ടി സൂക്ഷിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുടെ ഉള്ളിൽ നാം ആയിരിക്കുന്നത് കൊണ്ട് ജീവിതത്തിന് പുറത്തുള്ള പല കാഴ്ചകളും ശബ്ദങ്ങളും കേൾക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് നമ്മുടെ ഇരിപ്പിടങ്ങളെ ഒന്ന് മാറ്റാനും നിലവറകൾക്കുള്ളിൽ നിന്ന് പുറത്തു വരുവാനും നമുക്ക് സാധിച്ചാൽ മാത്രമേ വാതിലിൽ മുട്ടുന്നവന്റെ ശബ്ദം കേൾക്കാനും അവനെ നമ്മുടെ വീട്ടിലേക്ക് സ്വീകരിക്കാനും സാധിക്കുകയുള്ളൂ. ദൈവശാസ്ത്രപരമായി ചിന്തിക്കുമ്പോൾ അതിന് കൂടുതൽ ആഴമായ ഒരു മാനമുണ്ട്. ദൈവം എപ്പോഴും മനുഷ്യന്റെ ഹൃദയത്തിന്റെ വാതിലിൽ മുട്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപത്തിന്റെ നിലവറകളിൽ നിന്ന്, ഈ ലോകമോദത്തിന്റെ നിലവറകളിൽ നിന്ന്, സ്വാർത്ഥതയുടെ നിലവറകളിൽ നിന്ന് എപ്പോഴാണോ അവൻ പുറത്തു വരുന്നത്, അപ്പോൾ മാത്രമേ അവന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനും ദൈവത്തെ സമീപിക്കുവാനും സാധിക്കുകയുള്ളൂ. ദൈവത്തോടടുക്കണമെങ്കിൽ പാപം മറയിട്ട് സൂക്ഷിക്കുന്ന ജീവിതത്തിന്റെ നിലവറയ്ക്കുള്ളിൽ നിന്ന് മനുഷ്യൻ പുറത്തേക്ക് വരേണ്ടതായിട്ടുണ്ട്. അസ്വസ്ഥമാക്കുന്ന ജീവിതത്തിന്റെ ചുറ്റുപാടുകളിൽ നിന്ന് മനുഷ്യൻ ദൈവാഭിമുഖമായി പുറത്തേക്ക് നോക്കുവാൻ താല്പര്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെ അറിയുന്നില്ല, ദൈവശബ്ദം കേൾക്കുന്നില്ല, ദൈവികമായി ഉന്നതി പ്രാപിക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നവർ ആദ്യമേ ചെയ്യേണ്ടത് ജീവിതത്തിന്റെ രഹസ്യമായ നിലവറകൾക്കുള്ളിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 20 മുതലുള്ള ഭാഗം വായിക്കുമ്പോൾ ഇതിനോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു വേദഭാഗമുണ്ട്. കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടി വിളിക്കുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ്. യഹൂദ പശ്ചാത്തലത്തിൽ കോറിയിട്ടിരിക്കുന്ന വാക്കുകളാണ്. യഹൂദന്മാരുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിഭവസമൃദ്ധമായ ഭക്ഷണം എന്ന് പറയുന്നത് അത്താഴമാണ്. ജീവിതത്തിൽ അതിപ്രധാനമായ അത്താഴ സമയം ദൈവവുമായി ഒരുമിച്ചിരുന്ന് ദൈവ സംസർഗത്തിലായിരിക്കാൻ സാധിക്കുന്നുവെങ്കിൽ അത് എന്ത് സന്തോഷത്തിനും സമാധാനത്തിനും സംതൃപ്തിക്കും കാരണമായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവാഭിമുഖമായി കാത്തു സൂക്ഷിക്കാൻ നിലവറകളെ നമുക്ക് വിട്ട് പുറത്തു വരാം. സ്വാർത്ഥതയുടെ നിലവറകൾക്കുള്ളിൽ നിന്ന് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും അനുഗ്രഹീത വലയങ്ങളിലേക്ക് പ്രവേശിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു സുന്ദര ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. എൻ കൃതി നിനക്കുള്ളത് പ്രിയനേ, എൻ ഗാനം നീ
എൻ കൃതി നിനക്കുള്ളത്